പോകുന്ന വഴിക്ക് പാലക്കാടിന്റെ പ്രകൃതി രമണീയമായ പാടങ്ങൾ നമുക്ക് കാണാം. ഇതാണ് മംഗലം ഡാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മംഗൾ ഡാം അണക്കെട്ടിലേക്കും മംഗൾ ഡാം ഉദ്യാനത്തിലേക്കുമാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ആലിങ്ങൽ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആലിങ്ങൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കുത്തൊഴുകി വരുന്ന ഒരു വെള്ളമുണ്ട്. ഇത് കടന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മഴയൊക്കെ പെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറത്ത് കടക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാലും വെള്ളം കുത്തൊഴുക്കിനനുസരിച്ച് അത് നന്നായിട്ട് ഒഴുകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പുറത്തേക്ക് വരേണ്ടതാണ്. അപ്പൊ അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ഇത് വേറെ ഇവിടെ ഇത്തിരി ലേശം ഡേഞ്ചർ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാ കരുതലും എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് പോവേണ്ടത്. അപ്പുറത്തൂടെ നടക്കുക, കല്ലിൽ കൂടെ. സുഹൃത്തുക്കളെ, ഇതുപോലെ നമ്മള് പിടിച്ച് വെള്ളം ഒഴുകുന്നതിനനുസരിച്ചിട്ടാണ് പോവേണ്ടത്. കാരണം ഇവിടെ ഉരുളൻ കല്ലുകളാണ്. വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെറിയൊരു അപകടം പറ്റും. അപ്പൊ ലേശം റിസ്ക് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കടക്കേണ്ടത്. കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം. വളരെ കരുതലോടുകൂടി നമ്മൾ പോകണം. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതും ആസ്വദിക്കാൻ പറ്റിയൊക്കെ സ്ഥലമാണ്. എന്തായാലും അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. ഹോളിൽ നിന്ന് എങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു, അതും കുത്തിയിട്ടാണ് വീഴുന്നത്. നല്ല ഫോഴ്സ് ഉണ്ട്. അതിന്റെ അടിയിൽ നിൽക്കുന്നത് ഇത്തിരി ഡേഞ്ചറാണ്. കാരണം അവിടെ നേരിട്ട് വരുന്ന വെള്ളമാണ്. അപകടങ്ങളിൽ പെടാതിരിക്കും. വെള്ളം വതഞ്ഞ് വരണല്ലോ. അപ്പൊ അപ്പവും ഉണ്ണിയും വെള്ളച്ചാട്ടത്തിന്റെ ആ സ്വരവും ആ പാല് പോലെ ഇങ്ങനെ